വാൽമീകി രാമായണത്തില് അതിസുന്ദരനായിട്ടുള്ള രാമന്റെ മുന്നിലേക്ക് വരുന്ന ഒരു മല പോലെയുള്ള രാക്ഷസി ആയിട്ടാണ് ശൂർപ്പണഖയെ കാണിക്കുന്നത്. മത്തക്കണ്ണും കൊടവയറും ഒക്കെ ഉള്ള ഒരു ഭീകര രൂപം. പക്ഷെ അധ്യാത്മ രാമായണത്തിലും കമ്പരാമായണത്തിലും ഒക്കെ സുന്ദരി രൂപത്തിലാണ് ശൂർപ്പണഖയെ ചിത്രീകരിക്കുന്നത്. ഇതിന്നൊക്കെ വിട്ട് ചില തമിഴ് നാടോടി കഥകളില് ശൂർപ്പണഖയെ പറ്റി എന്താ പറയണത് എന്നുള്ളതിലേക്കാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോണത്. ശൂർപ്പണഖയുടെ ആദ്യത്തെ പേര് മീനാക്ഷി എന്നായിരുന്നു അത്രേ. മീനിന്റെ പോലത്തെ കണ്ണുള്ളവൾ എന്നുള്ള അർത്ഥത്തില് മീനാക്ഷി എന്നായിരുന്നു പേര്. പിന്നീട് സ്വഭാവത്തിൽ വന്ന മാറ്റം കൊണ്ടും ആ രാക്ഷസീയത കൊണ്ടും ആ മുറം പോലെയുള്ള നഖങ്ങളൊക്കെ അതിൽ വരുന്നതാണ്. അങ്ങനെയൊക്കെ ആവാം ശൂർപ്പണഖ എന്നൊരു പേര് വന്നിട്ടുണ്ടാവുക. ഈ ശൂർപ്പണഖയുടെ ഭർത്താവാണ് വിദ്യുജിഹ്വൻ. ഈ ഭർത്താവ് മരിച്ചിട്ട് കാട്ടിൽ ചെന്ന് ശിവനെ തപസ് ചെയ്തു ഇത്രേ ശൂർപ്പണഖ. ശിവഭക്തയായിരുന്നു. അങ്ങനെ ശിവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി ഒരു വരവും വാങ്ങി. കാമരൂപിണി വിദ്യ ആണ് ശിവനിൽ നിന്ന് വരം വാങ്ങണത്. എപ്പോ വേണമെങ്കിൽ ഏത് സുന്ദര രൂപത്തിലേക്കും മാറാനുള്ള കഴിവ്. വരം കൊടുത്തപ്പോ ശിവൻ ഒരു താക്കീതും കൂടിയും കൊടുത്തായിരുന്നു. നല്ല ഉദ്ദേശത്തോടെ ഇരിക്കുമ്പോൾ മാത്രമേ ഈ വിദ്യ ഫലിക്കുള്ളൂ. ആരോടെങ്കിലും കോപോ അസൂയോ ഒക്കെ തോന്നിയാൽ നീ പഴയ രൂപത്തിലേക്ക് തന്നെ ആവും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഞ്ചവടിയിൽ താമസിക്കുന്ന സമയത്താണ് രാമനെ ശൂർപ്പണഖ കാണുന്നതും ഈ വിദ്യ ഉപയോഗിച്ചിട്ട് സുന്ദരിയുടെ രൂപത്തിൽ രാമന്റെ മുന്നിലേക്ക് ചെല്ലണതും. അങ്ങനെ രാമനും ലക്ഷ്മണനും മാറി മാറി അവോയ്ഡ് ചെയ്തപ്പോ വല്ലാത്ത ദേഷ്യം തോന്നുകയാണ്. അതുപോലെ സീതയോട് അസൂയ തോന്നുകയാണ്. അങ്ങനെ വന്നപ്പോ പഴയ രൂപത്തിലേക്ക് തന്നെ മാറി. നമ്മളൊക്കെ അങ്ങനെയല്ലേ, ഓവർ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ യഥാർത്ഥ രൂപവും ഭാവവും ഒക്കെ പുറത്തു വരും. അങ്ങനെ ലക്ഷ്മണൻ അപമാനിച്ചു വിടുകയാണ് ശൂർപ്പണഖയെ. ഇതിനു ശേഷം ശൂർപ്പണഖ ശ്രീരാമനോട് ചോദിക്കുന്നുണ്ട്, ഒരു ഭർത്താവ് മരിച്ച സ്ത്രീ എന്നുള്ള നിലയ്ക്ക് രാമനോട് ഇങ്ങനെ ഒരു താല്പര്യം തോന്നുന്നത് അത് സ്വാഭാവികല്ലേ? എന്തിനാണ് അതിന് എനിക്ക് ഇത്രയും വലിയ ശിക്ഷ തന്നതെന്ന്. അപ്പൊ രാമൻ പറയാണ്, ഈ ജന്മത്തില് ഞാൻ ഏകപത്നി വ്രതം എടുത്ത ആളാണ്. അതുകൊണ്ട് നിന്റെ പ്രണയം സ്വീകരിക്കാൻ പറ്റില്ല. ഇതിന് പകരമായിട്ട് അടുത്ത ജന്മത്തിൽ ഞാൻ നിന്റെ പ്രണയത്തിനെ സ്വീകരിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രാമൻ അടുത്ത ജന്മത്തില് ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചപ്പോ ശൂർപ്പണഖ 3 വളവുകളോട് കൂടിയ കുബ്ജയായിട്ട് ജനിക്കുകയാണ്. അങ്ങനെ മധുരയിൽ വെച്ച് കുബ്ജയുടെ ഈ 3 വളവുകളൊക്കെ മാറ്റി ശ്രീകൃഷ്ണൻ കുബ്ജയെ സുന്ദരിയാക്കണു. കുബ്ജയുടെ കൂടെ ഒരു രാത്രി മുഴുവൻ താമസിച്ച് അവളുടെ ആ പ്രണയത്തിനെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ശൂർപ്പണഖയുടെ ഭർത്താവ് വിദ്യുജിഹ്വനെ വധിക്കുന്നത് രാവണൻ തന്നെയാണ്. അതിൻ്റെ ഒരു പ്രതികാരം ശൂർപ്പണഖയുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ആ പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ട് രാവണനെ മനഃപൂർവ്വം രാമന്റെ മുൻപിൽ എത്തിക്കാൻ ശൂർപ്പണഖയുടെ പ്ലാനുകളായിരുന്നു ഇതൊക്കെ എന്നൊരു വേർഷനും കൂടി ഉണ്ട്. എന്തായാലും രാമായണം രാമന്റെ ധർമ്മത്തിനെ കുറിച്ച് മാത്രമല്ല ചർച്ച ചെയ്യണത്. ഈ ധർമ്മത്തിനിടയിൽ ചവിട്ടി മെതിക്കപ്പെട്ട മറ്റു ചില ജീവിതങ്ങളെ കുറിച്ച് കൂടിയാണ് ചർച്ച ചെയ്യണത്.